നമ്മുടെ ക്ഷേമ പദ്ധതികൾ എന്ത് ത്യാഗം സഹിച്ചും സംസ്ഥാന സർക്കാർ നടപ്പാക്കുക തന്നെ ചെയ്യും. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭാ യോഗമെടുത്ത ചില തീരുമാനങ്ങൾ കൂടി അറിയിക്കാനുണ്ട്. അതിലൊന്ന് വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ളതാണ്. 2025 തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ നിന്ന് 24,08,503 പേർ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ കരട് പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 19,32,000 പേർ വോട്ടവകാശം ഉറപ്പിക്കാൻ രേഖകളുമായി വീണ്ടും ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും. നിലവിൽ 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർ അവരുടെ ബന്ധുത്വം 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തണമെന്ന നിബന്ധനയുള്ളതുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ 19,32,000 പേരും തങ്ങളുടെ വോട്ടവകാശം സ്ഥാപിച്ചു കിട്ടാൻ വീണ്ടും ഈ പ്രക്രിയയിലൂടെ കടന്നുപോകേണ്ട കഠിനമായ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അത് പൊതുമണ്ഡലത്തിൽ ലഭ്യമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല. ഇതുകൂടാതെ 2002 എന്തെങ്കിലും കാരണത്താൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവർ ഇപ്പോൾ പുറത്താക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിനു മുൻപും അതിനുശേഷവും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന പലരും SIRൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. അതിന്റെ കണക്ക് എത്രയെന്ന് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിരുന്ന വ്യക്തികളാണ് ഒഴിവാക്കപ്പെടുന്നത് എന്നതാണ് ഇവിടെ പ്രധാനം. ചില ബൂത്തുകളിൽ അവിശ്വസനീയമായ തരത്തിൽ വോട്ടർമാർ ഒഴിവാക്കപ്പെടുന്നു. ഉദാഹരണത്തിന് പോളിംഗ് സ്റ്റേഷൻ 138 ശ്രീവരാഹം. ഈ ബൂത്തിൽ ആകെയുള്ള 1224 വോട്ടർമാരിൽ 704 പേരുടെ വിവരം ലഭ്യമല്ല എന്നാണ് കാണുന്നത്. ഇത് സംശയാസ്പദമായ കാര്യമാണ്. സംസ്ഥാനത്ത് മറ്റു ചിലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട് എന്നാണ് അറിയുന്നത്. അർഹതയുള്ള ഒരു വോട്ടർ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല എന്നുറപ്പാക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനമാണ്. ഇത് ഉറപ്പാക്കുക എന്നത് സർക്കാരിനുള്ള ഉത്തരവാദിത്വവുമാണ്. അതിനാൽ കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. വില്ലേജ് ഓഫീസിൽ സൗകര്യമില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുടെ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആ വില്ലേജ് ഓഫീസിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത സർക്കാർ ഓഫീസുകളിൽ വില്ലേജ് ഓഫീസർക്ക് സൗകര്യമൊരുക്കാവുന്നതാണ്. അത് വില്ലേജ് ഓഫീസറാണ് തീരുമാനിക്കേണ്ടത്. ഹെൽപ്പ് ഡെസ്കുകളിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി 2 ഉദ്യോഗസ്ഥരെ വീതം ചുമതലപ്പെടുത്തും. ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അതത് ജില്ലാ കലക്ടർമാരെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നതികൾ, തീരദേശ മേഖല, മറ്റ് പിന്നോക്ക പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ സഹായങ്ങൾ നൽകും. ഇതിന് വില്ലേജ് ഓഫീസർമാരുടെ ആവശ്യപ്രകാരം അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്തും. വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 18 വയസ്സ് പൂർത്തിയായവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തും. ഇതിന് അതാത് സ്ഥാപനങ്ങളിൽ ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിച്ച് ആവശ്യമായ ബോധവൽക്കരണവും നടത്തും. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ SIR അനാവശ്യ ധൃതിയിൽ നടത്തുന്നത് ആശാസ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഒന്നിലധികം തവണ അഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ ധൃതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിതീവ്ര പരിശോധനയ്ക്കായി മുന്നോട്ടു പോവുകയാണുണ്ടായത്. ഇത് ജനാധിപത്യത്തിന്റെ ഉത്തമ താൽപര്യങ്ങൾ സംരക്ഷിക്കാനല്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്.
മറ്റൊരു പ്രശ്നം നമ്മുടെ രാജ്യത്തുള്ള പൊതുവായ അവസ്ഥ, സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ദുരവസ്ഥ, അത് വലിയ തോതിൽ ആശങ്കാജനകമായി രാജ്യത്തുയർന്നു വന്നിരിക്കുകയാണ്. ഒരാൾ താൻ ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്നയാളാണെന്നോ സ്ഥിരതാമസക്കാരനാണെന്നോ ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാകണം. ഒരാളും പുറന്തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്. അതിനായി ആധികാരികവും നിയമ പിൻബലമുള്ളതുമായ രേഖ ആ വ്യക്തിയുടെ കൈവശമുണ്ടാകണം. അത്തരമൊരു രേഖ കേരളത്തിൽ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ നൽകി വരുന്നുണ്ട്. അതിനു പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനാണ് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഇത് ഉപയോഗിക്കാനാവും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോടു കൂടിയ ആധികാരിക രേഖയായി ഈ കാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. എന്നാൽ അത് നിയമപ്രാബല്യമുള്ള രേഖയല്ല. നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാറുണ്ട്. അതാണ് പതിവ്. ഇത് ചില ഘട്ടങ്ങളിൽ പരാതിയായി സർക്കാരിന് മുന്നിൽ വരികയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയും ഇക്കാര്യത്തിൽ സർക്കാരിന് മുന്നിൽ വന്നിട്ടുണ്ട്. ഇത്തരമൊരു കാർഡ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിന്റെ കരട് നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ആധികാരിക രേഖ ഓരോരുത്തരുടെയും കയ്യിലുണ്ടാകുമെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി കാർഡിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. തഹസിൽദാർക്കായിരിക്കും കാർഡിന്റെ വിതരണ ചുമതല. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ആമുഖമായി പങ്കുവെക്കാനുള്ളത്. ഇതെല്ലാം വെച്ചുകൊണ്ടും നാട്ടിൽ ഭീതി നിലനിൽക്കുകയാണല്ലോ. അങ്ങനെ ഒരു ഭീതി നിലനിൽക്കുമ്പോൾ ഭാരതീയനാണ് കേരളീയനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു രേഖയായിട്ടാണ് ഇത് മാറുക. അപ്പോൾ